പൂയ നക്ഷത്രം. പൂയ നക്ഷത്രക്കാർ പൊതുവെ റെസ്പോൺസിബിൾ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അതായത് കുടുംബം, ജോലി വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. മറ്റുള്ളവരുടെ ബർഡൻ ഏറ്റെടുക്കുന്ന സ്വഭാവമുണ്ട്. അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണ ഒരു സ്വഭാവം ഉണ്ട്. പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല. നിങ്ങളുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ ഗ്രോത്ത് ചെയ്യുക. ലൈഫിൽ സക്സസ് വൈകിയേ വരാറുള്ളൂ. പക്ഷെ നിങ്ങളത് എന്താ സക്സസ് വരാത്തതെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. സക്സസ് വന്നാൽ അത് ലോങ് ടേം ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും. പൊതുവെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതൊന്നും നിങ്ങൾ വെളിയിൽ പറയാറില്ല, മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ട് സ്ട്രെസ്സ് ഉള്ളിൽ സഹിക്കും. അതുകൊണ്ട് BP പ്രോബ്ലമൊക്കെ നന്നായിട്ടുണ്ടാവും. ഡിപ്രഷനും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഒരാളെ വിശ്വസിച്ചാൽ അയാളായിട്ട് പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. കാരണം കമ്മിറ്റ്മെൻറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കും. റിലേഷൻഷിപ്പിൽ നല്ല ലോയലായിരിക്കും. പക്ഷേ അത്രയ്ക്ക് ലോയാലിറ്റീൻ്റെ ആവശ്യം വരാറില്ല. കാരണം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഇമോഷൻസൊക്കെ നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ഒരിക്കലും തുറന്നു പറയാറില്ല. അതുകൊണ്ട് ആൾക്കാർ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ വലിയ റിസ്ക് നിങ്ങൾ ഒരു കാര്യത്തിലും എടുക്കാറില്ല. സേഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളൂ. വെറുതെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഇതിനെ കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആയിട്ട് ഇങ്ങനെ വറീഡ് ആയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് റിസ്ക് എടുക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കരിയർ പരമായിട്ട് വർക്ക് പ്രഷർ നല്ല രീതിയിൽ കൂടുതലായിട്ടുണ്ടാവും. റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് തന്നെ കൂടിയിരിക്കാം. അതുകൊണ്ട് ബോസ് നിങ്ങളെ കെയർ ചെയ്യണമെന്നുള്ള തോന്നലും ഉണ്ടാവും, ആ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഭയങ്കര വർക്ക് കൂടുതലായിരുന്നു. കാരണം എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയില്ല. അത് ഒരു പ്രശ്നമായിരുന്നു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. സേവിങ്സ് നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടാവാം. റിലേഷൻഷിപ്പിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ കുറവായതും കൊണ്ട് എന്തൊക്കെയൊക്കെയോ പൊരുത്തക്കേടുകൾ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇമോഷണലി എന്തോ അകന്നു പോയി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. കുടുംബം നോക്കുകയാണെങ്കിൽ വീട്ടിൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ടെൻഷൻ, വീട്ടിലെന്തോ കാര്യത്തിന് നല്ല ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. മൊത്തത്തിൽ ഫെബ്രുവരി മാസത്തിൽ സ്ട്രെസ്സാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ടെൻഷനും. എന്തും കൊണ്ടാണ് ലൈഫ് ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത് എന്നൊരു ചിന്ത നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് മാസത്തിൽ കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ആദ്യത്തെ മാർച്ച് 15-16 തീയതി വരെ ഇതുപോലെ തന്നെ ഹെവി വർക്ക് തന്നെ ആയിരിക്കും. അതോറിറ്റീൻ്റെ പ്രഷറും ഉണ്ടാവും. ഒരു ഡെഡ് ലൈനിനുള്ളിൽ എല്ലാം ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ഇതുള്ളതും കൊണ്ട് അതിൻ്റെ സ്ട്രെസ്സും നിങ്ങൾക്കുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് അവർ നോട്ടീസ് ചെയ്യും. പക്ഷെ അത് കണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവരെന്തായാലും നോട്ടീസ് ചെയ്യും. 16 തീയതിയൊക്കെ കഴിയുമ്പോൾ റെക്കഗ്നിഷൻ എന്തായാലും ഒരു സാധ്യതയുണ്ട്. പ്രമോഷൻ, ജോബ് ഇംപ്രൂവ്മെൻറ്റിന് നിങ്ങൾക്ക് എന്തായാലും ഡിസ്കഷനൊക്കെ ഉണ്ടാവും. ജോബ് എന്തായാലും സ്റ്റേബിൾ ആയിരിക്കും, അത് പോവുമൊന്നുമില്ല. ജോബ് ചേഞ്ച് ആലോചിക്കുന്നവർക്ക് നിങ്ങൾക്ക് മാർച്ച് 22 ശേഷം നല്ലൊരു സമയം തന്നെയാണ്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്ലോ ആണ്, പക്ഷെ സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ്. അതുകൊണ്ട് പേടിക്കാനില്ല. പഴയ ക്ലയൻസ് വരാൻ സാധ്യതയുണ്ട്. ആ കോണ്ടാക്റ്റ് വഴി നിങ്ങൾക്ക് ഇൻകം എന്തായാലും വരും. മാർച്ച് അവസാനമാകുമ്പോൾ ഒരു ചെറിയ ലാഭത്തിൻ്റെ സൈനൊക്കെ കാണാൻ കഴിയും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാർച്ച് സെക്കൻഡ് ഹാഫിൽ മാത്രം ചെയ്താൽ മതി. മാർച്ച് ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത്. മാർച്ച് ആദ്യം നിങ്ങൾ കാര്യമായിട്ട് ഒന്നും പർച്ചേസ് ചെയ്ത് ചിലവാക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മാർച്ച് ആദ്യത്തെ 15 ദിവസം എന്തായാലും നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ടാവും, അത് കൺട്രോൾ ചെയ്യണം. 18 ശേഷമാണ് കുറച്ച് കൺട്രോളിങ് കയ്യിൽ വരൂ. പക്ഷെ ആദ്യം തന്നെ സേവിങ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു 100 രൂപ കിട്ടുകയാണെങ്കിൽ 65 രൂപയും നിങ്ങൾ സേവിങ്സിലേക്ക് മാറ്റണം. ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പെൻസ് ചെയ്യുക. കടം കൊടുത്തത് കിട്ടാൻ സാധ്യത നന്നായിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. കുറച്ച് മാസമായിട്ട് സേവിങ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് മാർച്ചിൽ അതെന്തായാലും തുടരും. ലോൺ എടുക്കുന്നത് മാർച്ച് അവസാനത്തിന് ശേഷം മാത്രം നോക്കിയാൽ മതി. അത് ചിലപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ലോൺ ആവശ്യം വരാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ട്. പാർട്ട്ണറിൻ്റെ അറ്റൻഷൻ എന്തായാലും കുറഞ്ഞു എന്നൊരു തോന്നലുണ്ടാവാം. മാർച്ച് സെക്കൻഡ് വീക്കിന് ശേഷം അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഒരുപാട് സോറിയൊക്കെ പറഞ്ഞിട്ട് ഈഗോ പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് പറഞ്ഞ് നോക്കാം.
ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും കിട്ടും. കല്യാണം കഴിഞ്ഞവർക്ക് സ്റ്റേബിൾ തന്നെയാണ്. സിംഗിൾ ആയവർക്ക് ഫാമിലിയിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഒരു ചെറിയ പ്രപ്പോസലൊക്കെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് മാർച്ച് അവസാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാർച്ച് അവസാനം ഫാമിലീൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായാലും കൂടും. വീട്ടുകാരുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. മാർച്ച് അവസാനമാകുമ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങൾക്ക് എന്തായാലും വരും. നിങ്ങൾക്ക് ബോഡി പെയിൻ വരാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഉറക്കക്കുറവും നിങ്ങൾക്ക് വരും. വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസിയാണ് പ്രോബ്ലം. നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക.